ഡോക്ടർ പി ജയരാജ്, ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ വിമർശിക്കുമ്പോൾ തൊട്ട് തലേനാൾ വരെ പിണറായി വിജയനെ പരസ്യമായി അദ്ദേഹത്തെ വിമർശിക്കുകയും രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത സരിന് സ്ഥാനാർത്ഥിത്വം നൽകിയ CPIM-നും ഇതേപോലെയുള്ള കടമ്പകളില്ലേ? അണികളെ ബോധ്യപ്പെടുത്തുക, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ വോട്ടുകളുടെ കാര്യത്തിൽ ഈ വോട്ട് ചെയ്യുന്ന നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക, ഈ കടമ്പകളൊക്കെ CPIM-നും ഇല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണ, ആ കടമ്പകളൊക്കെ CPM-നുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വാര്യരോടും CPM വെച്ച കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മുൻ നിലപാടുകളെല്ലാം തള്ളിപ്പറഞ്ഞ ന്യൂനപക്ഷങ്ങളോട് നിരുപാധികം മാപ്പ് പറയണമെന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിലാണ് ആ ചർച്ച അലസിപ്പോയതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിന് കോൺഗ്രസ്സിന് അത്ര ആർജവമുണ്ടോ? ഇവിടെ നമ്മൾ എത്ര നാഴികയ്ക്ക് 100 വട്ടം പെരപ്പുറത്ത് കയറിയെന്ന് കൂവിയാലും ഇവിടെ BJP-യും കോൺഗ്രസ്സുമായിട്ടാണ് സഖ്യമെന്നും മുൻകാല തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നുണ്ട്. നേമത്ത് BJP-ക്ക് ആദ്യമായി MLA ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് മറിച്ചു കൊടുത്തതും കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് ലീഗ് BJP സഖ്യമൊന്നും ആദ്യമൊന്നും അല്ലല്ലോ കേരളത്തിൽ നടക്കുന്നത്. അഡ്വക്കേറ്റ് രത്നസിംഗിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ വിളക്ക് കത്തിച്ച കാര്യം പറഞ്ഞത് സവർക്കർ അല്ല ഗോൾവാൾക്കറിൻ്റെ പടത്തിന് മുമ്പാണ്. ഞാൻ പറഞ്ഞതിനകത്തൊരു പിശകുണ്ട്, അത് തെറ്റണം. അതുകൊണ്ട് KSUവിൽ പഠിച്ചിരിക്കുന്ന പ്രസംഗങ്ങൾ അതുപോലെ വന്നങ്ങ് പ്രസംഗിച്ചാൽ പൊതുജനം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര ഇനി ആരോപണം ഉന്നയിച്ചാലും CPM-ഉം BJP-ആയിട്ടൊന്നും കേരളത്തിൽ ഒരു സ്ഥലത്തും ബാന്ധവുമില്ല എന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിനൊന്നും ഇനി എങ്ങും വരെ പോകേണ്ടുന്ന കാര്യമില്ല. കോൺഗ്രസും BJP-ആയിട്ട് സഖ്യമുണ്ട്. പിന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെത് SBI-കാരനെ രേഖപ്പെടുത്തിയ രേഖകളിലുണ്ട്, വാദ്രയുടെ കമ്പനി കൊടുത്തത്. അതിന് തെളിവുണ്ടോ എന്നൊക്കെ ജിൻഡോ ജോൺ ചോദിച്ചതിന് ആ തെളിവുകൾ തന്നെ താങ്കൾ തന്നെ എടുത്തങ്ങ് പരിശോധിച്ചാൽ മതി. വളരെ വ്യക്തമാണ്. 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൃത്യമായി റോബർട്ട് വാദ്രയുടെ കമ്പനി കൊടുത്തത് തന്നെയാണ്. അത് പൊതുസമൂഹത്തിലുണ്ട്. അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കിട്ടുക ചെയ്യും. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ CR നീലകണ്ഠൻ, സമയം തിരി കടന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം. CR നീലകണ്ഠൻ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ചർച്ച. താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചല്ല. എന്ത് ചെയ്യാം, കാലം അങ്ങനെയാണ്. ആളുകൾ ആ തരത്തിലേക്ക്, നമ്മുടെ പൊതുപ്രവർത്തകർ അവരുടെ പെരുമാറ്റ രീതികൾ ആ രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പണം കൊടുത്ത് കമഴ്ത്തി അധികാരത്തിലേക്ക് എത്തുന്ന പ്രവണതയൊക്കെ ഇനി കേരളത്തിലേക്കും വരാൻ പോകുന്നു. ഈ മാറിയ രാഷ്ട്രീയ പരിതസ്ഥിതിയിലും പൊതുപ്രവർത്തകരുടെ പെരുമാറ്റ രീതികളിൽ നിന്നുമൊക്കെ എന്നൊരു ആശങ്ക നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നതാണോ ഈ കൂറുമാറ്റ വാർത്തകൾ? അങ്ങനെയല്ല ഗോപികൃഷ്ണ. എനിക്ക് വിശ്വാസം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കളെയോ അല്ല, കേരളത്തിലെ ജനങ്ങളെയാണ്. ഇപ്പോൾ എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് BJP കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അതിലൊന്നും തർക്കത്തിലൊന്നും ഞാനില്ല. ഇപ്പം എന്തായാലും പാലക്കാട്ട് അത് സാധ്യമല്ല. കാരണം 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും കോൺഗ്രസും BJP-യുമാണ്. അതുകൊണ്ട് അവിടെ അവർ തമ്മിൽ സഖ്യം ഉണ്ടാക്കിയ പിന്നെ 3-ാം സ്ഥാനത്ത് എന്തുകൊണ്ടാണ് CPM പോയി എന്നുള്ള ഉത്തരം അദ്ദേഹം പറയേണ്ടി വരും. 3-ാം സ്ഥാനത്ത് CPM പോയത് കോൺഗ്രസും BJP-യും തമ്മിൽ സഖ്യം ഉണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ പ്രശ്നം അങ്ങനെയൊന്നും അതിനെ ലളിതവൽക്കരിക്കണ്ട. ഇത് എൻ്റെ കൂടെ വരുമ്പോൾ അയാൾ നല്ല ആൾ, നിങ്ങളുടെ കൂടെ പോയാൽ മോശം, കണ്ണാടി തല്ലി പൊട്ടിക്കുന്നത് മാധ്യമങ്ങൾക്കെതിരെ ഇടതുപക്ഷം പറയുന്നതും അങ്ങനെ തന്നെയാണ്. കണ്ണാടി മോശമായതുകൊണ്ടാണ് എൻ്റെ പ്രതിബിംബം മോശമാവുന്നത്. കാരണം മാധ്യമങ്ങൾ കണ്ണാടിയാണ്, ജനാധിപത്യമാണ്. അതുകൊണ്ട് എനിക്കിവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നല്ല വിശ്വാസമുണ്ട്, ജനങ്ങളെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം. ശരി CR നീലകണ്ഠൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും അവരുടെ ജനാധിപത്യ ബോധത്തെയും ജനാധിപത്യ സംവിധാനത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജനാധിപത്യ സംവിധാനവും ഒക്കെ മുന്നോട്ട് പോകേണ്ടത്.